ഒരുവന്റെ ഹൃദയത്തെ സത്യം കൊണ്ട് മുറിപ്പെടുത്തുന്നതാണ് നുണ കൊണ്ട് സന്തോഷിപ്പിക്കുന്നതിനേക്കാൾ ഭേദം. ഇന്നത്തെ സുവിശേഷത്തിൽ ഒരുപാട് ഹൃദയങ്ങളെ സത്യം കൊണ്ട് മുറിപ്പെടുത്തിയൊരു മനുഷ്യനെ കാണാം. അവൻ്റെ പേര് സ്നാപക യോഹന്നാൻ എന്നാണ്. സുവിശേഷത്തിൽ എടുത്തു നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സ്നാപകൻ്റെ. കാരണം സ്വന്തമായിട്ട് ഒരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്തിട്ടുണ്ട്. ധൈര്യമുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് അന്നത്തെ രാജാവായ ഹെറോദേസിൻ്റെ മുൻപിൽ താൻ ചെയ്തത് തെറ്റാണെന്ന് ചങ്കൂറ്റത്തോടെ ഏറ്റുപറയാൻ സാധിച്ചത്. സ്നാപകൻ എന്ന് സുവിശേഷത്തിൽ പറയുന്നുണ്ട്, വൃക്ഷങ്ങളുടെ വേരുകൾക്ക് കോടാലി വെച്ച് കഴിഞ്ഞു, ഫലം പുറപ്പെടുവിക്കാത്തവരെല്ലാം തീയിൽ വലിച്ചെറിയപ്പെടുമെന്ന്. നമ്മുടെയൊക്കെ ഈ കുഞ്ഞു ജീവിതത്തിലില്ലേ, ഓരോ നിമിഷവും നമ്മൾ വെറുതെ കളയുന്നുണ്ട്. പക്ഷേ സ്നാപകൻ പറയുന്നത് ഓരോ നിമിഷവും ഫലമുള്ളതാക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞുപോയ കാലങ്ങളൊന്നും തിരിച്ചു വരില്ലെന്ന് നമുക്കറിയാം. അപ്പോൾ ജീവിക്കുന്ന ഈ പ്രസൻറ്റ് അത് ഫ്രൂട്ട്ഫുള്ളായിട്ട് ജീവിക്കുക, യഥാർത്ഥ സത്യമായ ക്രിസ്തുവിനെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുക നമ്മളെല്ലാം. അപ്പോൾ ക്രിസ്തു വരുമ്പോൾ നമ്മളുടെ ജീവിതങ്ങളാകുന്ന വൃക്ഷങ്ങളുടെ വേരുകൾക്ക് കോടാലി വെക്കാതെ നമ്മളുടെ ശിഖരങ്ങളെ മുറിക്കാൻ അനുവദിക്കാം. അങ്ങനെ ആവുമ്പോൾ തിന്മയാകുന്ന ഒരുപാട് ശിഖരങ്ങളെ വെട്ടിമാറ്റി നന്മയുടെ പുതിയ ശിഖരങ്ങൾ മുളക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഇടവരട്ടെ. അങ്ങനെ സ്നാപകനെ പോലെ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ, സത്യത്തെ മറ്റുള്ളവരോട് വിളിച്ചു പറയാൻ നമുക്ക് സാധിക്കട്ടെ. ആമേൻ.